13 സംസ്ഥാനങ്ങളിലായി 88 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ ജനം വിധിയെഴുതുക. ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ പ്രചാരണ തന്ത്രം മാറ്റിയാണ് മുന്നണികൾ രണ്ടാം ഘട്ടത്തിന് ഒരുങ്ങിയത്. കഴിഞ്ഞ തവണ BJPക്ക് മേൽക്കൈ ലഭിച്ച മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ മുന്നണി. 2019 സഖ്യകക്ഷികൾ നേടിയ 2 സീറ്റ് ഉൾപ്പെടെ 88-ൽ 64 മണ്ഡലങ്ങളിലും BJPക്കായിരുന്നു വിജയം. 18 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. ഇത്തവണ കേരളമൊഴിച്ചാൽ രണ്ടാം ഘട്ടത്തിലെ പ്രധാന പോരാട്ടം കർണാടകയിലാണ്. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന 14 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 13ഉം BJPക്കൊപ്പമായിരുന്നു. മോദി ഗ്യാരണ്ടി പ്രചാരണത്തിലൂടെ വിജയം ആവർത്തിക്കാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം കർണാടകയിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. UPയിൽ 8 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. RLD പിന്തുണ, രാമക്ഷേത്ര പ്രചാരണം എന്നിവ എല്ലാ മണ്ഡലങ്ങളിലും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് BJP കണക്കുകൂട്ടുന്നു. കർഷക സമരമാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകം. രാജസ്ഥാനിലെ 13 സീറ്റുകളിൽ 12ലും BJP കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടമാണ്. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മധ്യപ്രദേശിൽ 7ഉം മഹാരാഷ്ട്രയിൽ 8 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അസമിലും ബീഹാറിലും 5 വീതം സീറ്റുകളിലാണ് 26-ന് വോട്ടെടുപ്പ് നടക്കുക. ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 3 വീതം മണ്ഡലങ്ങളിലും മറ്റന്നാൾ ജനവിധി എഴുതും. രാജസ്ഥാനിലെയും കേരളത്തിലെയും വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തോടെ പൂർണ്ണമാകും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ ചൊല്ലിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശമാണ് വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലും ചർച്ചയാവുന്നത്. ആദ്യഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞതോടെ ആശങ്കയിലായ BJP വർഗീയ കാർഡ് ഇറക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വലിയ പ്രചാരണവും നടത്തി. മോദിയുടെ പ്രസംഗവും അതേ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, 24.